നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇവിടെ പലപ്പോഴും വെച്ചിട്ടുള്ള പല വൈറ്റ് പേപ്പറുകളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. ഇത് ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്. ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനം ചെയ്യാൻ പോകുന്ന അടിസ്ഥാന ഡോക്യുമെന്റാണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല എന്ന് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി. കെട്ടിപ്പൊക്കിയ മിഥ്യകൾ നമ്മുടെ ഏതെങ്കിലും ഒരു ചട്ടമോ ഒരു നടപടിക്രമോ ഒന്നും ലംഘിക്കാതെ എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയത്. ഇത് ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള ബേസിക് ഡോക്യുമെന്റായി മാറണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സഖാക്കളെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കരച്ചിൽ കൂടുതൽ വേണ്ട. പിണറായി വിജയന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പിണറായി വിജയന്റെ നയങ്ങൾ അത് നടപ്പിലാക്കാനല്ല സതീശൻ അവിടെ ഇരിക്കുന്നത്. തീർത്തും വ്യത്യസ്തമായ നയങ്ങൾ മാത്രമായിരിക്കും നടപ്പിലാക്കുക. അതൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ആ കസേരയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു ധവളപത്രം ഇറക്കിയിരിക്കുക. വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ 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 മോശമാണ്. കാരണം ഈ പറയുന്ന കോടാനുകൂടി ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടാണ് പിണറായി വിജയൻ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇതിൽ ഈ വായ്പ എടുത്തിരിക്കുന്ന പലിശ ഇനത്തിലേക്ക് മാത്രമായിട്ട് തന്നെ വലിയ ഒരു സംഖ്യ, ഒരു ഭീമമായ സംഖ്യ, വരവിനേക്കാൾ ഏറെ വലിയ സംഖ്യ മാറ്റിവെക്കേണ്ട ഗതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി നിൽക്കുകയാണ്. അവിടെ കൃത്യമായ നയങ്ങളും സമീപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കസേരയിൽ ഇരിക്കുന്നത്. ഇനി അങ്ങോട്ട് തീരുമാനിച്ചുണ്ടാക്കേണ്ടതല്ല. ഇതൊക്കെ മാർഗരേഖ കയ്യിൽ വെച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ ഇരിക്കുന്നത്. കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും ഇറങ്ങി തിരിച്ചത്. അതാ സതീശൻ്റെ ഒരു പ്രത്യേകത. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ സൊല്യൂഷൻ അടക്കം കണ്ടെത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ പോലും നേരിട്ടത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടായിട്ടുണ്ടാകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കും, അധികാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ആ മനുഷ്യന് യാതൊരു രീതിയിലുമുള്ള ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ധവളപത്രം ഇറക്കിയല്ലോ. ധവളപത്രം ഇറക്കിയപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതി മാത്രമല്ലല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിമുടി മാറ്റണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടിമുടി മാറ്റണം. KSEB, വാട്ടർ അതോറിറ്റി, KSRTC എന്നിവയൊക്കെ വലിയ പരിഷ്കരണങ്ങൾ ഇവയിലൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഇതാണല്ലോ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. KSEB ആണ് ഒന്ന്, മറ്റൊന്ന് KSRTC ആണ്, പിന്നൊന്ന് ഈ വാട്ടർ അതോറിറ്റിയാണ്. ഇതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പല മാറ്റങ്ങൾ. അവിടെ ഒരു ഓവർ എക്സ്പെൻസസിൻ്റെ ഒരുപാട് മേഖലകളുണ്ട്. അതൊക്കെ തല്ലി തകർക്കാൻ പോവുകയാണ് എന്നുള്ള സൂചനകൾ തന്നെയാണ് VD സതീശൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം തന്നെയാണ് ധനകാര്യമന്ത്രിയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ബീവറേജസ് കോർപ്പറേഷനും സപ്ലൈകോയും തമ്മിലുള്ള ചില അതിൽ ഒരു മാറ്റമാണ്. അത് എനിക്ക് തോന്നുന്നു മിക്കവാറും അത് തമ്മിൽ ഒന്നാക്കാനുള്ള ഒരു പദ്ധതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ KSEBയെ സ്വയം പര്യാപ്തമാക്കുക, അത് ഇപ്പോൾ ഈ KSRTCയുടെ കാര്യത്തിലും അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ പുറത്തു നിന്ന് ഊർജം വാങ്ങുന്ന പരിപാടി അത് നിർത്തിയിട്ട് സ്വയം പര്യാപ്തമായിട്ട് ഊർജോൽപാദനം വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ ഈ വൈദ്യുതി വാങ്ങുന്നതിലൂടെ ഉണ്ടാകുന്ന അമിതഭാരം ഒഴിവാക്കാനുള്ള ഒരു പദ്ധതി. അതുപോലെ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങൾ
അതൊക്കെ ഓഹരികൾ വിറ്റഴിച്ച് അതിനെ ഒന്നുകൂടി ഉഷാറാക്കിയെടുക്കുക വളരെ കൃത്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സപ്ലൈകോ പോലെയുള്ള കമ്പനികൾ KSRTC പോലെയുള്ളതിലൊക്കെ ഒരു പ്രൈവറ്റ് സെക്ടറിൽ നടത്തുന്ന രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ വലിയ ലാഭകരമാക്കി മാറ്റാൻ വലിയ സാധ്യതകൾ മുന്നിൽ നിൽക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം കാലത്തിനൊത്ത പരിഷ്കരണങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ ഗവൺമെൻറ്റിനുള്ള അധികാരം അത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യാൻ പാടില്ല. ആ രീതിയിലുള്ള മാറ്റങ്ങൾ വരണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊക്കെയാണ് VD സതീശൻ മുന്നോട്ട് വെച്ച നയങ്ങൾ, നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴും പിണറായി വിജയന് പണി പറ്റിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. പണി പറ്റിക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കടബാധ്യത ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഈ വായ്പയെടുത്ത് ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന് സ്വയം വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായില്ല. അതെന്താ കാര്യം? ഒന്നാമത് ഈ പാർട്ടി ക്ലാസ്സിലെ കട്ടൻ ചായയും പരിപ്പോടിയും കുടിച്ച് മാത്രമേ പരിചയമുള്ളൂ. അതിനപ്പുറം ഈ ധനകാര്യ മേഖലയെക്കുറിച്ചോ സാമ്പത്തിക മേഖലയെക്കുറിച്ചോ ഒന്നുള്ള പിടിപാടില്ല എന്ന് മാത്രമല്ല, മൂപ്പർക്ക് ഈ പറയുന്ന വിദഗ്ധരായിട്ടുള്ള സാമ്പത്തിക മേഖലയിലൊക്കെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ നിന്നൊക്കെ എന്തെങ്കിലും ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കുറച്ചിലായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ കുറച്ചിലായി തോന്നിയത് കൊണ്ട് തന്നെ മൂപ്പരെന്താ ചെയ്തേ, മാക്സിമം എവിടെ നിന്നൊക്കെ കടം മേടിക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കടം വാങ്ങിക്കൂട്ടി എന്നതല്ലാതെ ഈ കടം കുമിഞ്ഞുകൂടുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ പിണറായി വിജയനെ അറിയാം, ഞാൻ ചാവുന്നത് വരെ ഇവിടെ ഇരിക്കാനൊന്നും പോണില്ല. ഇത് തൻ്റെ തലയിൽ മാത്രമൊന്നും ആവുന്ന പ്രശ്നമില്ല, ഇത് കേരളത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തൻ്റെ കാലം കഴിയുന്നത് വരെ കടം വാങ്ങി ഈ പരിപാടി അങ്ങ് നടത്താം. ആ കടം വാങ്ങി ഇതിപ്പോൾ വാങ്ങിയ കടങ്ങളൊക്കെ പലിശ അടക്കം തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഈ കടം വാങ്ങിയ പണം തിരിച്ചടക്കാനുണ്ടെന്ന് മാത്രമല്ല, ഇതിന് പലിശയും തിരിച്ചു കൊടുക്കാനുണ്ട്. ഇപ്പം പലിശ മാത്രമാണ് അടച്ചുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ ഒരു ഭീമമായ സംഖ്യയുണ്ട്. അപ്പോൾ പിണറായി വിജയൻ അത് ഒന്നാമത് ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നമാണെന്നേ. കാരണം കടം വാങ്ങുന്നതിനപ്പുറം നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഫണ്ട് കണ്ടെത്താം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതിനുള്ള ചിന്തിക്കാനുള്ള കഴിവുമില്ല, പ്രാപ്തിയുമില്ല, ത്രാണിയുമില്ല. മനസ്സിലായില്ലേ? ആകപ്പാടെ കടം എങ്ങനെ വാങ്ങാൻ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാം എന്നുള്ളത് മാത്രമായിരുന്നു ആലോചന. അപ്പം മൂപ്പരുടെ ഈ ഒരു പ്രശ്നം, ഈ ഒരു ഈഗോ പ്രശ്നം, മൂപ്പർക്ക് ഇത് അറിയൂല എന്നാൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഈഗോ പ്രശ്നം, അതൊരു കുറച്ചിലായി കണ്ടതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്കറിയില്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലയാവട്ടെ, വിദ്യാഭ്യാസ മേഖലയാവട്ടെ, ആരോഗ്യ മേഖലയാവട്ടെ, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ വൈദഗ്ധ്യമുള്ള ആളുകൾ ഒരുപാടുണ്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ. അപ്പം അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ പോലും ചെയ്യാൻ പിണറായി വിജയന് ഈഗോ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഈഗോ അപ്പോൾ മൂപ്പരെന്താ ചിന്തിച്ചേ, ഞാനിതിപ്പോൾ ഓനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്ന് ഓൻ കരുതുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു മൂപ്പർക്ക്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് സംഭവിച്ചു? മൂപ്പരിത് ചർച്ച ചെയ്യാനൊന്നും പോയില്ല ഒരു കാര്യത്തെക്കുറിച്ചും. മറിച്ച് എന്ത് ചെയ്ത്, മാക്സിമം സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ പണം വേണമല്ലോ, ഫണ്ട് വേണമല്ലോ, എവിടെ നിന്നൊക്കെ കടം വാങ്ങാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കടം വാങ്ങി. കടം വാങ്ങാനായിട്ടൊരു പരിപാടി മൂപ്പര് തുടങ്ങി, കിഫ്ബി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ സ്വന്തക്കാരായിട്ടുള്ള റിട്ടയർ ചെയ്ത ആളുകൾക്ക് പോലും ലക്ഷങ്ങൾ സാലറി കൊടുത്ത് വെറുതെ അവിടെ ഇരുത്തി. എന്നാൽ മൂപ്പര് ഡയറക്റ്റ് പോയിട്ട് ആരോടും ചർച്ച ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഒരുത്തനെയും പറഞ്ഞു വിടുന്നില്ല. പിന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു വിട്ടു. അവരെന്താ ചെയ്തത്, അവർക്ക് ഈ പോയ ആൾക്കാർക്ക് എന്ത് മെച്ചമുണ്ടാകും എന്നുള്ളതാണ് അവരൊക്കെ നോക്കിയത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ കടം വാങ്ങി കേരളത്തിൻ്റെ സാമ്പത്തിക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മളൊരു ഓരോ വ്യക്തികളാണല്ലോ, നമുക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള കടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അത് തന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ. ഈ സഖാക്കള് ഖജനാവ് പെറ്റി കിടക്കുക എന്ന് പറയുന്നത്, ഓരോ മാസവും ഈ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വരുമാനത്തെക്കാൾ വലിയ
പണമാണ് തിരിച്ചടക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് ഖജനാവ് പെറ്റ് കിടക്കുന്നതിന് തുല്യ. കാരണം അങ്ങനെ ചില ആളുകൾ ഉണ്ടാവില്ല നമ്മളെ കൂട്ടത്തിൽ. ഇപ്പം മാസം ലാസ്റ്റ് സാലറി വരും. ഈ സാലറി വരുന്നു വിത്തിൻ സെക്കൻഡ് EMI ആയിട്ടും മറ്റേതായിട്ടും മറിച്ചതായിട്ടും കൊടുത്തു തീരുന്നു. എന്നിട്ടും എന്തായിരിക്കും, ഈ പലചരക്ക് വാങ്ങുന്ന കടയിൽ, പച്ചക്കറി വാങ്ങുന്ന കടയിലൊക്കെ പിന്നെയും കൊടുക്കാൻ ബാക്കിയായിരിക്കും. അത് തന്നെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഈ കടം വാങ്ങിക്കൂട്ടിയതിൻ്റെ ഒരു വലിയ 4 ലക്ഷം കോടിയിലധികം രൂപയുടെ കടബാധ്യതയാണ് കേരളത്തിനുള്ളത് ഇപ്പോൾ നിലവിൽ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്രമാത്രം ഒരു പരിതാപകരമായ സിറ്റുവേഷനിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം ഒരു സ്ഥിതി ഉണ്ടാക്കിയത് പിണറായി വിജയൻ്റെയും പിണറായി വിജയൻ്റെ ക്യാബിനറ്റിൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും വലിയ പിടിപ്പുകേടാണ്. കാരണം സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയുക, യാതൊരു തരത്തിലുള്ള ഒരു രീതിയിലുമുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അതുണ്ടായില്ല എന്നുള്ളതാണ് വലിയ വലിയ മോശമായ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചടിയായ ഒരു കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ പറയുന്ന കിഫ്ബി ഒരു വലിയ ബാധ്യതയുണ്ടാക്കിയ ഒരു സംഭവമാണ് കിഫ്ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ LDF അധികാരമൊഴിയുമ്പോൾ ഖജനാവിലുണ്ടായിരുന്നത് 2211 കോടി രൂപ. സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് 48,733 കോടി രൂപ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സർവത്ര കടങ്ങളും ബാധ്യതകളും മാത്രം ബാക്കി വെച്ചിട്ടാണ് പിണറായി വിജയൻ എന്താക്കിയത്, ഇറങ്ങിപ്പോയത് എന്നുള്ളതാണ്. 5,07,000 കോടി രൂപയുടെ ബാധ്യതയാണ് കേരളത്തിലുള്ളത്. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഈ പൊതുകടം എന്ന് പറയുന്നത് എത്രയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത് 5 വർഷത്തെ പൊതുകടമല്ല. കേരളത്തിൽ എന്ന് മുതൽ സർക്കാർ ഉണ്ടായി തുടങ്ങിയോ അന്ന് മുതൽ 2016 വരെയുള്ള കടം 1 ലക്ഷം കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ 1 ലക്ഷം കോടി എന്നുള്ള കടബാധ്യത 5 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 ഇരട്ടി വർദ്ധിച്ചു. മനസ്സിലായില്ലേ? ഈ പറയുന്ന 48,733 കോടി രൂപ ബാധ്യത എന്ന് പറഞ്ഞത് അത് ശമ്പളവും പെൻഷനും DAയും DRും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു മാസത്തെ മാത്രം ബാധ്യതയാണ് 48,733 കോടി രൂപ. അങ്ങനെ 48,733 രൂപ ശമ്പളവും പെൻഷനും മാത്രമായിട്ട് കൊടുക്കാൻ ഒരു ബാധ്യതയായിട്ട് നിൽക്കുമ്പോൾ ഖജനാവിൽ ഉണ്ടായിരുന്നതോ 2,000 കോടി രൂപ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത്രയും വലിയ ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മേഖലയെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും പിണറായി വിജയൻ അറിയില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് വേണം UDF സർക്കാർ ഓരോ പദ്ധതികളെയും സമീപിക്കേണ്ടത് എന്നുള്ള വലിയ ഒരു വെല്ലുവിളി അവിടെ മുന്നിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇതിൽ സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ 77% എന്ന് പറഞ്ഞാൽ 80% രൂപയും ശമ്പളവും ഈ പറയുന്ന പെൻഷനും എന്ന് പറഞ്ഞാൽ ഓരോ മാസവും നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ തന്നെ 80% വരുമാനത്തിൻ്റെ 80% അതിന് ചെലവഴിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ബാക്കിയുള്ള 20% എന്ത് പദ്ധതികളാണ് സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഇത്രയും വലിയ ബാധ്യത ഉണ്ടാക്കി വെച്ചത് പിണറായി വിജയനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പിണറായി വിജയൻ്റെ ഞങ്ങളുടെ സർക്കാർ നിങ്ങളുടെ സർക്കാർ കേരളത്തെ ഊമ്പിച്ചിട്ട് പോയടോ വിജയ എന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്.